നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുടുംബം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് ഏറ്റവും അധികം കൊല ചെയ്യപ്പെടാനും ആത്മഹത്യ ചെയ്യാനും അതിക്രമങ്ങൾക്ക് ഇരയാകപ്പെടാനുമായിട്ടുള്ള ഒരു ഇടമായി ഇപ്പോൾ കുടുംബം മാറിക്കഴിഞ്ഞു. നേരത്തെ ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഏറ്റുമാനൂർ നേറിക്കാട് മക്കളെയും കൊണ്ട് പുഴയിൽ ചാടി അഭിഭാഷകയായ ജിസ്മോൾ ജീവനൊടുക്കിയ വാർത്ത പുറത്തു വന്നത്. കുടുംബത്തിന്റെ ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നടന്നത് കടുത്ത ഗാർഹിക പീഡനവും വർണ്ണവിവേചനവും തന്നെയാണ്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയേണ്ട ഡീറ്റെയിൽസ് ഒക്കെ? അതായത് ഈ ജിസ്മോളിന്റെ ആത്മഹത്യ ശരിക്കും എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്നതൊരു ചോദ്യമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ അതിനൊരു മറുപടിയുമായിട്ട് അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്ന് വിചാരിക്കത്തക്ക രീതിയിലുള്ള പ്രതികരണമാണ് പിതാവും സഹോദരനും നടത്തിയിരിക്കുന്നത്. അതായത് പല സ്ത്രീകളും വിവാഹശേഷം ആത്മഹത്യ ചെയ്യുന്നത് എന്ത് കാരണത്താലാണോ ആ ഒരു കാരണം തന്നെയാണ് ഇവിടെയും. അതായത് ഗാർഹിക പീഡനം എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ജിസ്മോൾ നേരിട്ടിരുന്നു. ഈ ഭർത്താവിന്റെ അമ്മയ്ക്കെതിരെ ഭർത്താവിന്റെ ഈ ജിമ്മിയുടെ അമ്മയ്ക്കെതിരെയും സഹോദരിക്കെതിരെയും ഒക്കെ ജിസ്മോളുടെ കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഒക്കെ നേരിട്ടു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് ഈ ജിസ്മോളുടെ കുടുംബം നടത്തിയിരിക്കുന്നത്. ഈ നിറത്തിന്റെ പേരിലും അതുപോലെ തന്നെ സ്ത്രീധനം കുറഞ്ഞു എന്ന അതിന്റെ പേരിലും ഒക്കെ ഒരുപാട് പീഡനം അല്ലെങ്കിൽ കുത്തുവാക്കുകളൊക്കെ ജിസ്മോൾ അനുഭവിച്ചു എന്ന് വേണം അവരുടെ ആ ഒരു വൈകാരിക പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ജിസ്മോളുടെ അമ്മ പറഞ്ഞത് തങ്ങളുടെ മക്കളെ പറഞ്ഞതിലും വലിയ സ്ത്രീധനം കൊടുത്താണ് കെട്ടിച്ചു വിട്ടത്, തങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള കുത്തുവാക്കുകളൊക്കെയാണ് കേട്ടതെന്നാണ് പറയുന്നത്. ഇക്കാലത്തും സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പല കുടുംബത്തിലെ ഗാർഹിക പീഡനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അത് ഏറ്റവും കൂടുതലായിട്ട് ഈ സ്ത്രീധനത്തിന്റെ പേരിലാണ് കൂടുതലും പ്രശ്നങ്ങളൊക്കെ നടന്നത്. ഈ അടുത്തായിട്ട് നടന്ന കുറെ ആത്മഹത്യകളിലൊക്കെ ഈ പറഞ്ഞ വർണ്ണവിവേചനം, അതായത് നിറം കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ പല യുവതികളും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇരയായിട്ടാണ് ഈ പറയുന്ന ജിസ്മോൾ, അതും അഭിഭാഷക ജിസ്മോളുടെ ആത്മഹത്യയും ഇവിടെ കുറിക്കപ്പെടുന്നത്. കാരണം രണ്ട് മക്കളുമായിട്ട് ചേർന്നിട്ടാണ് ഈ പറയുന്ന ആറ്റിൽ ചാടി. അതിനു മുൻപ് തന്നെ പല തരത്തിലും ആത്മഹത്യ പ്രവണതയല്ല, ആത്മഹത്യക്ക് വേണ്ടിയിട്ട് പല കാരണങ്ങളും വിഷം കുടിക്കുന്നു, കൈഞ്ഞരമ്പ് മുറിക്കുന്നു, ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് മക്കളുമൊത്ത് ആറ്റിലേക്ക് ചാടി ജീവൻ ഒടുക്കിയത്. അപ്പൊ പല കാരണങ്ങളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ജിസ്മോള് ഈ ഭർത്താവും ഇവരെ ആക്രമിച്ചിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ ഒരു രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ദേഹോപദ്രവം ഉണ്ട്. മാത്രമല്ല അമ്മായിയമ്മയും അതുപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരിയും ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്നു. അപ്പൊ എല്ലാ കാരണങ്ങൾ കൊണ്ടും ജിസ്മോൾ ആത്മഹത്യ തിരഞ്ഞെടുത്തു എന്ന് വേണം ഈ ജിസ്മോളുടെ കുടുംബത്തിന്റെ ഒരു പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭർത്താവിന്റെ സഹോദരി ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജിസ്മോളിനെ മാനസികമായിട്ട് എത്രത്തോളം പീഡിപ്പിക്കാമോ അത്രത്തോളം പീഡനം നടത്തി എന്നാണ് സഹോദരൻ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമ്മായിയമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ് എങ്കിൽ പോലും അമ്മായിയമ്മയും ഇത്തരത്തിൽ ഗാർഹിക പീഡനം നടത്തി എന്നാണ് കുടുംബം എല്ലാവരും ആരോപിക്കുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് ജിമ്മിയുടെ കുടുംബത്തിനെതിരെ ജിസ്മോളുടെ കുടുംബം ഉന്നയിക്കുന്നത്. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ആ കുടുംബം ആയിരിക്കുന്നത്. പിന്നെ അവരൊരു മാനസികാവസ്ഥ നമുക്കിപ്പോ ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. പിന്നെ ഈ പിതാവ് പറയുന്നത് UK നിന്ന് വിഷു ദിവസത്തിൽ മകളെ വിളിച്ചിരുന്നു എന്ന്. പക്ഷെ ജിസ്മോള് ഫോൺ എടുത്തില്ല. മാത്രമല്ല നേരത്തെ ഒരു ദിവസം ഈ മകളുടെ തലയിൽ ഒരു പാട് കണ്ടു. അപ്പൊ അതെന്താണെന്ന് പിതാവ് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് അത് അച്ഛ വാതിലിൽ തട്ടിയതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീടാണ് എന്തോ ഒരു കാരണത്താൽ ജിസ്മോള് അച്ഛനോട് പറഞ്ഞു എങ്ങനെയാണ് ആ തലയിൽ പാട് വന്നതെന്ന്. അതായത് ഭർത്താവ് തന്നെ മർദ്ദിച്ചാണ് ഈ പാട് വന്നത് എന്ന് ജിസ്മോള് പപ്പയോട് പറഞ്ഞു. അത് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ അത് പപ്പ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ വഴക്കുണ്ടാകുമോ, പപ്പ ഒന്ന് ചോദിക്കില്ലേ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നാണ് ജിസ്മോള് ഈ പിതാവിനോട് പറഞ്ഞത്. എന്തായാലും ഈ ഒരു കാര്യം ചോദിച്ചു, അതായത് സ്വാഭാവികമായിട്ടൊരു പിതാവ് ചോദിക്കും മകൾ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് താൻ അത് പാടുവന്നത് വാതിൽ തട്ടിയാണെന്ന് പിതാവിനോട് കള്ളം പറഞ്ഞത്. അപ്പൊ ആ വീട്ടിലെ അവസ്ഥ എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ? ഈ ഭർത്താക്കന്മാര് എത്രത്തോളം ഉപദ്രവിച്ചാൽ പോലും ഈ ഭാര്യമാരൊക്കെ ഒരു പരിധി വരെ അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം തന്റെ കുടുംബത്തിൽ ഈ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര്
എന്തെങ്കിലും നിയമ നടപടികളോ അതല്ലാതെ മറ്റു ശാരീരികമായ ഉപദ്രവമോ ഇവർക്കെതിരെ ഉയർത്തും എന്ന് അറിയാവുന്നത് തന്നെ പല ഭർത്തൃമതികളും ഇത്തരത്തിൽ ഭർത്താവിനെ പൊതിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ക്രൂരതകൾ പുറത്തു പറയാതെ മാക്സിമം അതൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ഉള്ളത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം കടക്കുമ്പോൾ മാത്രമാണ്, അത് കുടുംബത്തിലും പറയാൻ പറ്റാത്തൊരു അവസരം വരുമ്പോൾ മാത്രമാണ് ഇവർ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വഴി മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് പോകുന്നത്. ഒരാഴ്ച മുമ്പ് സഹോദരൻ, അതെ, ഒരാഴ്ച മുമ്പ് സഹോദരൻ വിളിച്ചിരുന്നതായി പറയുന്നുണ്ട്. അപ്പോഴൊക്കെ പോസിറ്റീവായിട്ടാണ് ജിസ്മോൾ സംസാരിച്ചതെന്ന് സഹോദരൻ ജിറ്റു പറയുന്നുണ്ട്. അന്ന് തന്റെ ഭർത്താവിനെയും അതായത് ജിമ്മിയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹം ഒക്കെ ജിസ്മോൾ പങ്കുവച്ചിരുന്നതായാണ് ഈ സഹോദരൻ പറയുന്നത്. അങ്ങനെയുള്ള ചേച്ചിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. തനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പോലും ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ്. തന്റെ ഭാര്യ പോലും ഇക്കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചിയെ അവസാനം വിളിച്ചിരുന്നു. അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ജിമ്മിയുടെ മൂത്ത സഹോദരി, ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം മാനസിക പീഡനം നേടേണ്ടി വന്നു. ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു എന്നാണ് ഈ സഹോദരൻ ആരോപിക്കുന്നത്. കൂടാതെ ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഈ ജിമ്മി പൈസ കൊടുത്തിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇയാൾ പൈസ തിരികെ ആവശ്യപ്പെടാൻ തുടങ്ങി. ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തിരുന്നു. അപ്പോൾ ചേച്ചിയെ തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങിനൊന്നും ഈ പറയുന്ന ജിമ്മി അയച്ചിരുന്നില്ലെന്നും ജിറ്റു പറയുന്നുണ്ട്. അപ്പോ വലിയൊരു ഗുരുതര ആരോപണമാണ് അല്ലെ. അതായത് ഭർത്താവ്, അതായത് സ്വന്തം കുടുംബത്തിലെ ഒരു ചടങ്ങിന് പോലും ജിസ്മോളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വിടാൻ ഇയാൾ താല്പര്യപ്പെട്ടിരുന്നില്ല ജിമ്മി. അത് മാത്രമല്ല പറയുന്നത്, ഈ അവസാനമായിട്ട് സഹോദരൻ സംസാരിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇനിയുള്ള സ്വപ്നങ്ങൾ, ഇനിയുള്ള ആഗ്രഹങ്ങൾ, മുന്നോട്ട് പോകണം എന്ന രീതിക്കുള്ള സംസാരമായിരുന്നു. ഒരു രീതിയിലും ഒരു പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ആകെ തകർന്നിരിക്കുകയാണോ ആ രീതിയിലല്ല ജിസ്മോൾ അവസാനമായിട്ട് സഹോദരനോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഇവര് ആത്മഹത്യ ചെയ്യുന്ന തിങ്കളാഴ്ച വൈകുന്നേരം ഉച്ചയ്ക്ക് എന്തോണം, അപ്പൊ അതിന് മുന്നേ ആയിട്ടോ തിങ്കളാഴ്ച രാവിലെയോ ഈ സമയത്ത് എപ്പോഴോ എന്തോ ഒരു സംഭവം ഈ ജിസ്മോളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ എന്തോ സംഭവം ആ വീട്ടിൽ നടന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം അവർ ആത്മഹത്യ തിരഞ്ഞെടുത്തത്. അതെ, യു കെയിലായിരുന്ന പിതാവിന് ആ സമയത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന്. ഉടൻ തന്നെ പിതാവ് ജിമ്മിയെ വിളിച്ചിട്ട് പറയുകയാണ്, അവൾ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ജിമ്മി പറഞ്ഞത് അർബുദ ബാധിതയാണ് അമ്മ, അപ്പൊ അമ്മയെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ജിമ്മി വീട്ടിലേക്ക് വന്നെങ്കിലും വാതിലൊക്കെ പൂട്ടിയ നിലയിലായിരുന്നു എന്നാണ് ജിമ്മി പറഞ്ഞത്. അപ്പൊ എന്തോ ഒരു സംഭവം, അതായത് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഇത്രയും പോസിറ്റീവായിട്ടിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നതായിരിക്കാം, കുടുംബത്തോട് അത് പ്രകടിപ്പിക്കാതിരുന്നതായിരിക്കാം. അപ്പൊ എന്തോ ശക്തമായ ഒരു കാരണം ഇതിന് പിന്നിലുണ്ട്. അതെന്താണെന്ന് പുറത്തു വരണമെന്ന് കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്, ജിസ്മോളുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. അത് പുറത്തു വരാൻ നിയമസഹായം, നിയമ പോരാട്ടം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബമായിരിക്കുന്നത്. ജിസ്മോളെ സംബന്ധിച്ച് ജിസ്മോൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ വിവാഹത്തോടെയാണ് അതൊക്കെ ഏകദേശം ഉപേക്ഷിച്ചത്. പക്ഷെ അവരുടെ കേസിന്റെ ആവശ്യാർത്ഥം ഇവർ നടത്തിയ ഒരു സാഹസിക ഇടപെടലൊക്കെ അന്ന് കൂടെ പ്രവർത്തിച്ചവരൊക്കെ ഓർത്തു പറയുന്നുണ്ടായിരുന്നു. അതായത് ഭർത്താവ് അന്യായമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട യുവതിയെ കാണാൻ വേഷം മാറി ഈ ജിസ്മോൾ അവിടെ ചെന്നതായാണ് സഹപ്രവർത്തകരൊക്കെ പറയുന്നത്. യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഈ പറയുന്ന ജിസ്മോളുടെ ഈ ഒരു സാഹസിക ഇടപെടൽ ഉണ്ടായത്. തുടർന്ന് ഇവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ വിഷയം പരിശോധിക്കാനായി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. ഈ അമിക്കസ് ക്യൂറി നേരിട്ട് ആശുപത്രിയിലെത്തി യുവതിയെ കാണുകയും ചികിത്സാ രേഖകളൊക്കെ ശേഖരിക്കുകയും ചെയ്തു. കൂടാതെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് മുന്നിൽ ഹാജരാക്കി പരിശോധിപ്പിച്ചു. ഇതിന്റെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതോടെ പരാതിക്കാരിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ച ജഡ്ജി അവരോട് നേരിട്ട് സംസാരിച്ചു. തുടർന്നാണ് മോചനത്തിന് ഉത്തരവായത്. ഇതിലെല്ലാം അഡ്വക്കേറ്റ് ജിസ്മോളുടെ പങ്ക് നിർണായകമായിരുന്നു എന്നാണ് ഹൈക്കോടതി അഭിഭാഷകർ ഓർക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയ ജിസ്മോളുടെ ആത്മഹത്യ ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് അവർ കൂട്ടിച്ചേർക്കുന്നത്. അത്രയും ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് അറിയാവുന്ന ഒരു വക്കീൽ, ഒരു അഭിഭാഷക, അവർ ഈ ഒരു മരണം തിരഞ്ഞെടുക്കുമ്പോ അപ്പൊ ഒരു തീർച്ചയായിട്ടും അത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ ആത്മഹത്യ ഇത്രയും ബോൾഡായിട്ടുള്ള, ഇത്രയും ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിച്ച ഒരു വ്യക്തി എങ്ങനെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലുള്ള കാരണം, മോട്ടീവ് എന്തായിരുന്നു, അതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 2019 ജിസ്മോളുടെയും ജിമ്മിയുടെയും വിവാഹം കഴിഞ്ഞത്. അത് അവരുടെ വിവാഹ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, കോടികൾ മുടക്കിയുള്ള വിവാഹമായിരുന്നു. അപ്പോൾ ആ വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് ജിസ്മോൾ ഒരു 2020 ഒരു പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്തിരുന്നു.
അപ്പോൾ ആ പോസ്റ്റും ഇപ്പോ വളരെയധികം ചർച്ചയാവുന്നുണ്ട്. അതായത് പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കഴിക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്ക് എന്നാണ് സെപ്റ്റംബർ 25-ന്, അതായത് 2020 ഈ ജിസ്മോൾ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതായത് മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ കഴിയുന്ന വീട്ടിലേക്ക് വേണം പെൺമക്കളെ കെട്ടിച്ചയക്കാനെന്ന് ഈ പറയുന്ന ജിസ്മോള് പറയാതെ പറയുകയാണ്. കാരണം തന്നെ കെട്ടിച്ചയച്ചു വിട്ടത് നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള വീട്ടിലൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ആർക്കും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയില്ല എന്ന ജിസ്മോളുടെ ആ കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചിലരൊക്കെ ഇത്തരത്തിൽ പല കുറിപ്പുകളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇട്ടു പോകാറുണ്ട്. കാരണം അതൊക്കെ അവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർ അത് കാണണം എന്ന് ഉള്ളത് കൊണ്ടാവാം ഈ കുറിപ്പൊക്കെ ഇങ്ങനെ പങ്കുവെച്ചു പോകുന്നത്. ചില വാട്സപ്പ് സ്റ്റാറ്റസുകൾ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ, ഫേസ്ബുക്ക് സ്റ്റാറ്റസുകൾ, ഇതൊക്കെ പലരും വേദനയോടെ ഇടുന്നത് അവരുടെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത് അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി അതായിരിക്കും. ഇപ്പൊ ജിസ്മോൾ അത് പറയാൻ പറ്റാതെ ആ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തത്, ആ പോസ്റ്റിലൂടെ. ആ പോസ്റ്റിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലെ. ആ വീട്ടിൽ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലോ, ഊഹിക്കാവുന്നതല്ലോ. ഇപ്പൊ കുടുംബം പറയുന്നതും കൂടി വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെ, അവിടെ ഉണ്ടായിരുന്നത് മൊത്തം കുത്തുവാക്കുകളും നിറത്തിന്റെ പേരുള്ള അവഹേളനവും പിന്നെ മർദ്ദനവും കടുത്ത ശാരീരിക മാനസിക പീഡനവും ഒക്കെയാണ് ജിസ്മോൾക്ക് നേടേണ്ടി വന്നത്. ജിസ്മോളുടെ ശരീരത്തിൽ തന്നെ പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു അല്ലെ, നടുവിന് മുകളിലെ പൊള്ളലേറ്റ പാടുണ്ടായിരുന്നതായാണ്. ഈ തലയിലെ പാടില്ല, അത് ഈ ജിമ്മി ഭിത്തിയിൽ അടിച്ചു ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്, മർദ്ദിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ, ഉപദ്രവവും ഒക്കെ നേരിട്ടിരുന്നു. അപ്പോ ദേഹത്ത് ഇതുപോലെ പുറത്തൊക്കെ പാടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായി? അതിനുള്ള കാരണക്കാരൻ ആരാണ്? ഈ പറഞ്ഞ ജിമ്മി തന്നെയാണോ അത് ചെയ്തത്? ഈ ജിമ്മി ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് പരിശോധനയ്ക്കായി വീട്ടിൽ വന്ന സമയത്ത് പൊട്ടിക്കരയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്റെ മക്കളെ കണ്ട് ഞാൻ ഇതുവരെ അവരെ താലോലിച്ച് തീർന്നിട്ടില്ല, അവരെ കണ്ടു കൊതി തീർന്നിട്ടില്ല, എനിക്കിനി ആരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജിമ്മി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ ജിമ്മി നടത്തിയത് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് വെറും നാടകമാണ്, മീഡിയയ്ക്ക് മുന്നിൽ നടത്തിയ ഒരു നാടകമായിട്ടാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. കാരണം അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ആയിരുന്നു ഈ പറയുന്ന ജിമ്മി എങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ജിസ്മോൾക്ക് ഇത്തരത്തിൽ ജീവനൊടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. കാരണം ജിസ്മോളെ ശാരീരികമായിട്ട് മാനസികമായും പീഡിപ്പിച്ചൊരു ഒരാൾ കൂടിയാണ് ഈ ജിമ്മി എന്ന് പറയുന്ന വ്യക്തിയും, ഭർത്താവാണ്. എന്നിട്ട് പോലും സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ ശാരീരികമായും മാനസികമായും തളർത്തുന്നു, മർദ്ദിക്കുന്നു. അത് മാത്രമല്ല ചെലവുകൾക്ക് പോലും ഈ ജിസ്മോൾ പൈസ ചോദിക്കുമ്പോൾ കൊടുത്തിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വലിയ സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ട് പോലും സ്വന്തം ഭാര്യ കൈനീട്ടി ഒരു പൈസ ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പോലും ഈ പറഞ്ഞ ജിമ്മിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അഥവാ സഹായിച്ചാൽ പോലും തിരിച്ചു ചോദിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ നോട്ട് ചെയ്തത്. അതായത് ഈ ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നു, അത് തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ അത് എന്താണ്? ഒരു ഭർത്താവല്ലേ, അപ്പോ പുള്ളി അത് പൈസ കൊടുത്തു, ഭാര്യയ്ക്കല്ലേ കൊടുത്തത്, അത് തിരിച്ചു ചോദിക്കുന്നു, അത് അവര് കഷ്ടപ്പെട്ട് ആ പൈസ കൊടുക്കുന്നു. അപ്പൊ അവരുടെ ഒരു ബന്ധത്തിന്റെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ഭർത്താവും ഭാര്യയ്ക്കും ഇടയിൽ നടന്ന സംഭവമാണ് ഈ ഒരു പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ. എന്ത് മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കാം ജിസ്മോൾ കടന്നു പോയത് അപ്പോ, അല്ലെ, സ്വന്തം ഭർത്താവ് ഇങ്ങനെ കാണിക്കുമ്പോ. എന്തായാലും ജിസ്മോളുടെയും മക്കളുടെയും ഒക്കെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. ജിസ്മോളുടെ നാടായ പാല ചെറുകര സെന്റ് മേരീസ് സ്നാനായ പള്ളി സെമിത്തേരിയിൽ നിന്ന് വൈകിട്ട് 3:30-ഓടെയാണ് സംസ്കാരം നടക്കുന്നത്. കാരണം മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ 9 മണിക്ക് ജിസ്മോളുടെ ഭർത്താവായ ജിമ്മിയുടെ ഇടവകയായ നേരിക്കാട് ലൂർദ് പള്ളി ഹാളിൽ എത്തിച്ചു. ഒരുപാട് നേരത്തെ തർക്കത്തിന് ശേഷമാണല്ലേ, അതായത് 2 ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പൊതുദർശനത്തിന് ഭർത്താവിന്റെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞത്. കാരണം ഈ നാനായ കുടുംബത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവരുടെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുക എന്നൊന്നും. അതായത് ജ്ഞാനായ സഭ നിയമപ്രകാരം ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണം എന്നാണ്. പിന്നീടാണ് ഈ സഭാതലത്തിൽ 2 ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ നീറിക്കാട് 1.5 മണിക്കൂർ പൊതുദർശനത്തിന് വെക്കാം എന്നുള്ള ഒരു ധാരണയൊക്കെ ആയത്. അപ്പോൾ ഈ പൊതുദർശനം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹങ്ങൾ പാലായിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം വന്നത്. നമുക്കറിയാം ഷൈനിയുടെ മക്കളുടെ സംസ്കാരം, കാരണം അവിടെ തന്നെ ജീവനൊടുക്കിയ ഷൈനി നമ്മുടെയൊക്കെ കൺമുന്നിലുണ്ട്. ആ ഒരു ദുരന്തം മാറും മുൻപാണ് ഈ പറഞ്ഞ ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യ തന്നെ പുറത്തു വന്നത്. അപ്പൊ ഷൈനിയുടെ മക്കളെ സംസ്കാരം നടന്നത് ഭർത്താവിന്റെ തൊടുപുഴയിലെ പള്ളിയിലാണ്. ഇത് ഏറെ വിവാദമൊക്കെ ആയിരുന്നു. നമുക്കറിയാം നാട്ടുകാരൊക്കെ ആക്രമിക്കാനായി ഇറങ്ങി ഓടിയതാണ്. പിന്നീട് ഈ ഷൈനിയുടെ ഭർത്താവ് അഴിക്കുള്ളിലാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജിസ്മോൾക്ക് നീതി ഒരുക്കാനായി
ഇവരുടെ കുടുംബമൊക്കെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നത്. ഇത് സഭയും ഇപ്പോൾ പരോക്ഷമായി അംഗീകരിക്കുന്ന കാഴ്ചയായിട്ട് മാറുന്നുണ്ട്. എന്തായിരുന്നാലും ഇത്രയേറെ അതിക്രമങ്ങളെ, അതായത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ തടയാൻ ഇന്ത്യയിൽ നിയമമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ ദിനംപ്രതി കൂടി വരുന്നതല്ലാതെ ഇത് കുറയുന്നു എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പറയുന്ന സ്ത്രീധനം വേണം, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ, അങ്ങനെ പലതരത്തിലും ഇക്കാലഘട്ടത്തിലും സ്വന്തം വീടിനുള്ളിൽ തന്നെ അടച്ചിട്ടിരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലുണ്ട് എന്നാണ്. അതായത് തന്റെ ഭാര്യയെ പുറം ലോകം പറയുന്ന മറ്റൊരാളാക്കി മാറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൾ പുറത്തേക്ക് പോകാനോ തന്റെ കുടുംബത്തിലുള്ള മറ്റു ചടങ്ങുകളിലേക്ക് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുക, അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. എത്ര വലിയ സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്ന് പറഞ്ഞാലും അത്തരത്തിൽ സ്ത്രീകളെ എത്രത്തോളം കുടുംബത്തിനുള്ളിൽ തന്നെ അടക്കി നിർത്താൻ കഴിയുമോ അത്രത്തോളം അടക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട് എന്നതിന്റെ തെളിവാണ്. പല പുരുഷാധിപത്യം കാണിക്കുന്ന ഭർത്താക്കന്മാരും പുരുഷന്മാരും ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ, അല്ലെ? അവരുടെ ഭാര്യമാർ അവർ അടിമയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഉപദ്രവിക്കുന്നു, അല്ലെ? അതെ, അതൊക്കെ തന്നെയാണ് ഈ ജിമ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ഈ പുറലോകം ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ആ കുടുംബം പറയുന്നത് പോലെ ഞായറാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്, എന്താണ് ഇത്തരത്തിൽ പല തീരുമാനത്തിലേക്ക് ജിസ്മോളെ നയിപ്പിച്ചത് എന്നത്. അതെ, ഒന്നും രണ്ടും തവണയല്ല ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ജീവൻ ഒടുക്കുക, ഇനി ജീവിച്ചിരിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ജിസ്മോൾ എത്തിയത് എന്ത് പ്രശ്നം കാരണമാണ്? അത്തരത്തിലേക്ക് ജിമ്മിയും കുടുംബവും എന്താണ് അവിടെ കാണിച്ചത് എന്നുള്ളതിൽ വ്യക്തത വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ജിമ്മിയെയും മാതാവിനെയും സഹോദരിയും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അതിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല പിതാവ് പറയുന്നത് ഇവരെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, താൻ പലപ്പോഴും ഇടപെട്ട് ആ പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ടുമുണ്ട്. അപ്പോ അതങ്ങനെ കുടുംബങ്ങളല്ലേ, അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകും, അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് മകൾ നയിക്കപ്പെടും, അത്തരത്തിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് ഒരിക്കലും കുടുംബം വിചാരിച്ചിരുന്നില്ല. അതെ, ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ മുഖം ഇപ്പോഴും നമുക്ക് അറിയാം. ആ കുഞ്ഞുങ്ങളൊക്കെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരേണ്ടവരായിരുന്നു. ജീവിക്കാനുള്ള അവരുടെ ഒരു സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കി ജിസ്മോൾ ഇത്തരത്തിലൊരു കഴുകൽ ചെയ്യണമെങ്കിൽ അതിന് കാര്യമായ ഒരു പ്രശ്നം, അതെ, ആ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. മാത്രമല്ല ഈ ഒരു സംഭവം വന്നപ്പോൾ തുടക്കത്തിൽ നമ്മൾ ജിസ്മോൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയത്, ആ കുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിട്ടുകൂടായിരുന്നു എന്ന രീതിയിലൊക്കെ ജിസ്മോളെ വിമർശിച്ചവരുണ്ട്. ജിസ്മോൾ എന്ന അമ്മയെ ചോദ്യം ചെയ്തവരുണ്ട്. പക്ഷെ ഇപ്പോ ഓരോരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ജിസ്മോളെ കുറ്റപ്പെടുത്തിയവർ അത് തിരുത്തി പറയേണ്ടുന്ന സാഹചര്യത്തിലുള്ള ഓരോരോ വെളിപ്പെടുത്തലുകളാണ് പുറത്ത്. ശരിക്കും കുറ്റപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അവിടെ കുറ്റാരോപിതനാവേണ്ടത് ജിസ്മോൾ അല്ല, മറിച്ച് ആരായിരുന്നു എന്നതിന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ, ഇപ്പോ സംസ്കാരം ഇന്ന് നടക്കുന്നതേ ഉള്ളൂ, സംസ്കാരം നടക്കേണ്ടതായിട്ടുണ്ട്, ഇന്ന് നടക്കും. അപ്പോ ഇനി കുടുംബത്തിന്റെ നീക്കം, ജിസ്മോളുടെ കുടുംബത്തിന്റെ ഒരു നിലപാട് ഏതറ്റം വരെയും പോയി നീതി നേടി കൊടുക്കുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കുടുംബത്തിന്റെ നീക്കങ്ങൾ, അതെ, കുടുംബത്തിന്റെ നീക്കം അറിയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, ആ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വിശദീകരണം, ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന്റെ നീക്കം എന്താണെന്ന് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും.